എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ യാത്ര കണ്ണൂർ മട്ടന്നൂരിനടുത്തുള്ള പരിയാരം ശ്രീ സുബ്രഹ്മണ്യ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ്. ദേവചൈതന്യം തുളുമ്പി നിൽക്കുന്ന ഈ ക്ഷേത്രത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഒരു തവണയെങ്കിലും ക്ഷേത്രാങ്കണത്തിലെത്തി ദേവസാന്നിധ്യം അനുഭവിച്ചറിയണം എന്ന് തോന്നും എന്നതിൽ ഒരു സംശയവുമില്ല. വളരെ മനോഹരമായി ലൈറ്റുകൾ കൊണ്ട് സജ്ജീകൃതമാക്കിയിരിക്കുന്നു ഈ ക്ഷേത്രത്തിലേക്കുള്ള വഴി. ക്ഷേത്രത്തിൽ എത്രയോ കാലത്തിനു ശേഷം ഭഗവാന്റെ കഥകൾ പറയുന്ന ശ്രീമദ് ഭാഗവതം സപ്താഹ രൂപേണ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയുള്ള അലങ്കാരങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ക്ഷേത്രത്തിൻ്റെ മുഖ്യ കവാടത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കുക അവിടെ വനശാസ്താവിൻ്റെ പ്രതിഷ്ഠയാണ്. ആദ്യം നമ്മൾ വനശാസ്താവിനെ തൊഴുതതിന് ശേഷമാണ് മുഖ്യ ക്ഷേത്രത്തിലേക്ക് കടക്കുന്നത്. പേര് അന്വർത്ഥമാക്കുന്ന വിധത്തിൽ തന്നെ കാറ്റും പ്രകൃതി ഭംഗിയും അനുഭവിക്കാനാണോ എന്ന് തോന്നുമാറ് ആ വനശാസ്താവിൻ്റെ പ്രതിഷ്ഠ നമുക്ക് ചെറിയൊരു കാട്ടിൻ്റെ ഉള്ളിലായിട്ട് കാണാം. ധർമ്മശാസ്താവിനെ തൊഴുതതിന് ശേഷം നമുക്ക് മുഖ്യക്ഷേത്രത്തിലേക്ക് കടക്കാം. പരിയാരത്തപ്പന്മാർ എന്ന നാട്ടുകാർ വിളിക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ശരിക്കും നാമം പരിഹാരപുരം ശ്രീ സുബ്രഹ്മണ്യ മഹാവിഷ്ണു ക്ഷേത്രം എന്നാണ്. ഏത് പ്രശ്നത്തിനും വിളിച്ചാൽ വെളിപ്പുറത്തു നിന്ന് പരിഹാരം കാണുന്ന ദേവസന്നിധി ആയതുകൊണ്ടാണ് ഈ പേര്. പിന്നീട് അത് ലോഭിച്ച് പരിയാരം എന്നായതാണ് എന്നും ഓർക്കാം. പടിയാറും കടന്നവിടെ ചൊല്ലുമ്പോൾ ശിവനെ കാണാവും ശിവശംഭോ എന്നാണെങ്കിൽ ഇവിടെ പടി 6 18 അല്ല. പക്ഷേ പടികൾ എത്രയായാലും കൈപിടിച്ചു കയറ്റാൻ ഈശ്വരൻ ഉണ്ടാവുമ്പോൾ നാം എന്തിനു ഭയക്കണം? ഇനി പടി കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അല്ലാതെയും ക്ഷേത്രത്തിലേക്ക് എത്താൻ വേറെയും അനേകം വഴികളുണ്ട് എന്നത് ഒരാശ്വാസം തന്നെയാണ്. വളരെ പഴക്കമുള്ള ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. നൂറ്റാണ്ടുകളോളം പഴക്കമുണ്ടെന്നാണ് ഭാരവാഹികൾ പറയുന്നത്. ഏതായാലും ഇവിടെ ഭാഗവത സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് പലതരത്തിലുള്ള അലങ്കാരങ്ങളും ഭാരവാഹികൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ മുറ്റത്തുള്ള ഈ താമര വളർത്തുന്നതും വളരെ വിശേഷമായി തോന്നി കാണുമ്പോൾ. ഈ ക്ഷേത്രം വളരെ പഴക്കമുണ്ടെന്ന് പറയാൻ കാരണം ചേര ചോള രാജവംശങ്ങളുമായി ബന്ധമുണ്ടെന്നാണ് ഭാരവാഹികൾ പറഞ്ഞത്. രാജഭരണകാലത്ത് തന്നെ ഈ ക്ഷേത്രം നിലനിന്നിരുന്നു. അതുകൊണ്ടാണ് അവിടെ വിശിഷ്ടമായ മ്യൂറൽ പെയിൻറ്റിങ്സൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലുള്ള ആ ശ്രീകോവിലിൻ്റെ ചുമരിലൊക്കെ മ്യൂറൽ പെയിൻറ്റിങ്സിൻ്റെ കുറച്ചു ഭാഗങ്ങൾ കാണാനുണ്ട് എന്നതും സവിശേഷതയാണ്. ഇവിടെ കാണുന്ന ഈ മൺപുറ്റുകൾ അവിടെയുള്ള നാഗസാന്നിധ്യത്തെ കൂടി കാണിക്കുന്നു എന്നതാണ് മറ്റൊരു സവിശേഷത. ഏതായാലും വളരെ പഴക്കം ചേർന്നതായ ഈ ക്ഷേത്രം ഇന്നിപ്പോൾ പുരോഗമനത്തിൻ്റെ പാതയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ ക്ഷേത്രത്തെ ഇത്രയും ചൈതന്യവത്താക്കി മാറ്റിയത് ക്ഷേത്രം തന്ത്രീശ്വരൻ ഭഗവാന്റെ പിതൃസ്ഥാനം അലങ്കരിക്കുന്ന ഇടവലത്ത് പുടയൂർ കുബേരൻ നമ്പൂതിരിപ്പാടിൻ്റെയും ഭഗവാന്റെ മാതൃസ്ഥാനം അലങ്കരിക്കുന്ന തച്ചേഴത്തുമഠത്തിൽ ഗോവിന്ദൻ നമ്പൂതിരിയുടെയും സ്തുത്യർഹമായ പ്രയത്നവുമാണ് ഈ ക്ഷേത്രത്തെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്നത് എന്നതിൽ സംശയമില്ല. ക്ഷേത്രത്തിൻ്റെ ചില സവിശേഷതകളൊക്കെ ഈ ക്ഷേത്ര പരിസരത്ത് തന്നെ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്ഷേത്രത്തിൻ്റെ അകത്തേക്കുള്ള പ്രയാണമാണ്. ആദ്യമായി നമുക്കിവിടെ വലിയ ബലിക്കല്ല് കാണാൻ സാധിക്കും. പേര് പോലെ തന്നെ അത്രയും പ്രൗഢിയോടുകൂടി നിർമ്മിച്ചതായ വലിയ ബലിക്കല്ല് കാണാം. ഇത്രയും വലിയ ബലിക്കല്ലുള്ളത് കൊണ്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലുള്ള വിഗ്രഹവും അതേ പ്രൗഢിയോടുകൂടി വലിയൊരു വിഗ്രഹം തന്നെയാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ വിഗ്രഹമായിട്ട് നമ്മൾ കാണുക. ഇതാണ് നമ്മുടെ സുബ്രഹ്മണ്യസ്വാമിയുടെ ശ്രീകോവിലേക്കുള്ള വഴി.
ഓം ശരവണഭവായ നമഃ. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് മേൽശാന്തിയുടെ സഹായി പ്രസാദം കൊടുക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. വരുന്ന ഓരോ ഭക്തജനങ്ങളോടും വേണ്ടതുപോലെ സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടി അവർക്ക് വേണ്ടുന്ന പ്രസാദങ്ങളൊക്കെ കൊടുത്ത് അവരെ അനുഗ്രഹിക്കുന്നതായ മേൽശാന്തിയുടെ ശിഷ്യനെയാണ് നമ്മൾ കണ്ടത്. കുറച്ചു കാലം കൊണ്ട് തന്നെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഒരു പ്രധാന കുറച്ചു കാലം കൊണ്ട് തന്നെ ഇവിടെയുള്ള ജനങ്ങളുടെ ഹൃദയത്തിൽ വലിയൊരു സ്ഥാനം നേടാൻ മേൽശാന്തിയായ ഗോവിന്ദൻ നമ്പൂതിരിക്ക് സാധിച്ചു എന്നതും സവിശേഷതയാണ്. അദ്ദേഹത്തിൻ്റെ നിഷ്കാമവും നിസ്വാർത്ഥവുമായ ആ ഒരു പ്രവൃത്തി കൊണ്ട് തന്നെയാണ് എല്ലാവർക്കും അദ്ദേഹത്തെ വളരെ ഇഷ്ടമായിട്ട് മാറിയത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. സപ്താഹത്തോടനുബന്ധിച്ച് ആ പ്രഭാത സമയത്ത് ഭഗവാന്റെ സഹസ്രനാമം കേൾക്കാനെത്തിയ ജനങ്ങളെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി നമുക്ക് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കടക്കുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് മുഖമണ്ഡപമാണ് കാണാൻ സാധിക്കുക. ഇവിടെ ആ മുഖമണ്ഡപത്തിൻ്റെ ഘടന കാണുമ്പോൾ ഒന്നായി നിന്നേഹ രണ്ടെന്നു കണ്ടളവലുണ്ടായൊരിണ്ടൽ പദമുണ്ടാവതല്ല ഹരിനാരായണ എന്ന് പറയും പോലെ ഒരു ബിന്ദുവിൽ നിന്നും പല ഭാഗത്തേക്കായിട്ട് പോയ കഴുക്കോലുകൾ. ഇത് കാണുമ്പോൾ പരമാത്മാവായ ഈശ്വരനിൽ നിന്നും പല ഭാഗത്തേക്കായി ജനിച്ചു വന്നതായ നമ്മളെപ്പോലുള്ള ജീവാത്മാക്കളെ കാണിക്കുന്നതാണോ എന്ന് തോന്നും. ഇനി അതല്ലെങ്കിൽ നമ്മളാകുന്ന ജീവാത്മാക്കളൊക്കെ ഈ ഒരു ബിന്ദുവിൽ പരമമായ ആ പരമാത്മാവിലേക്ക് എത്തേണ്ടതാണെന്ന് വിളിച്ചു പറയുന്നതായിട്ടും തോന്നും. പിന്നെ നമ്മളിത് ആ ക്ഷേത്രത്തിൻ്റെ ആ ചുമരിലെ പലതരത്തിലുള്ള കൊത്തുപണികളും അതോടൊപ്പം പണ്ട് രാജവംശകാലത്ത് തന്നെ ഉണ്ടാക്കിയ മ്യൂറൽ പെയിൻറ്റിങ്സിൻ്റെ അവശിഷ്ടങ്ങളും കാണാം. കാലാന്തരത്തിൽ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ഇതിൽ ഒരുപാട് ഭാഗം നശിച്ചു പോയെങ്കിലും വീണ്ടെടുക്കാൻ പറ്റും എന്ന് ചില ആൾക്കാർ പറഞ്ഞത് ഒരാശ്വാസമായി തോന്നി. ഇവിടെ തന്നെ ഗണപതിയുടെ സാന്നിധ്യവും അതോടൊപ്പം തന്നെ ശിവപാർവതി സാന്നിധ്യവും കാണാൻ സാധിച്ചു നാലമ്പലത്തിനകത്ത് എന്നുള്ളതും വളരെ വിശേഷമായിട്ട് തോന്നി. ഭക്തജനങ്ങൾ ആ ശിവപാർവതി സമേതത്തിൽ ചെന്ന് തൊഴുതു പ്രാർത്ഥിച്ചു പോകുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിനകത്ത് തന്നെ ചെറിയൊരു പൂന്തോട്ടവും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതും ദേവന് പൂജയ്ക്കുള്ള പുഷ്പങ്ങൾക്ക് ക്ഷാമമില്ല എന്ന് കാണിക്കുന്നു. പുഷ്പോദ്യാനാനി രമ്യാണി എന്ന് പറയും പോലെ പുഷ്പോദ്യാനങ്ങളൊക്കെ ക്ഷേത്രത്തിൽ വേണം എന്ന പ്രമാണം അർത്ഥവത്താക്കി തീർത്തിട്ടുണ്ട് ഇവിടെയുള്ള ഭാരവാഹികൾ എന്നതും സ്തുത്യർഹമാണ്. ഇനി നമ്മൾ കാണുന്നത് ഇവിടെയുള്ള മഹാവിഷ്ണു ഭഗവാന്റെ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. മഹാവിഷ്ണു ഭഗവാന് ശ്രീകോവിൽ പണി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ബാലാലയത്തിൽ നിൽക്കുന്നു. ഭഗവാന്റെ ദീപാരാധന തൊഴാനായി ഭക്തജനങ്ങൾ കാത്തു നിൽക്കുന്നു. സർവാലങ്കര ഭൂഷിതനായി നിൽക്കുന്ന ഭഗവാനെ ഒരു നോക്കു കാണാനും ഭഗവാന് ഒഴിഞ്ഞതായ കർപ്പൂരത്തെ സ്വീകരിക്കാനും നിൽക്കുന്ന ഭക്തജനങ്ങളെയാണ് നമ്മൾ കാണുന്നത്. എല്ലാ തരത്തിലും ഭക്തജനങ്ങൾ ആഗ്രഹം എത്രയും പെട്ടെന്ന് തന്നെ ഈ ചെറിയ ശ്രീകോവിലിൽ നിന്നും ഭഗവാന് നല്ല രീതിയിലുള്ള ആ ശ്രീകോവിലിൻ്റെ പണി തീർക്കാനും അതിലേക്ക് ഭഗവാനെ പ്രതിഷ്ഠിക്കാനും സാധിക്കണേ എന്നാണ്. പല ആൾക്കാരുടെയും പലതരത്തിലുള്ള സഹായ സഹകരണങ്ങളും കൊണ്ട് ഭാരവാഹികൾ ഇതിൻ്റെ പണി ആരംഭിച്ചെങ്കിലും പൂർത്തിയാക്കണമെങ്കിൽ ഇനിയും എത്രയോ പൈസ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ പലതുള്ളി പെരുവെള്ളം എന്ന് പറയും പോലെ അണ്ണാൻ കുഞ്ഞിനും തന്നാലാവുന്നതെന്ന് പറയും പോലെ നമ്മുടെ ഈ ഒരു ഉദ്യമത്തിലൂടെ ഈ ക്ഷേത്രത്തെക്കുറിച്ച് കാണുന്ന ആൾക്കാർക്ക് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനും എന്തെങ്കിലും തരത്തിലുള്ള സംഭാവനകൾ ചെയ്ത് ഈ ക്ഷേത്രത്തെ എത്രയും പെട്ടെന്ന് തന്നെ പുനരുദ്ധരിക്കാനും സാധിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഇതിലേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇവിടത്തേക്ക് സംഭാവനയായിട്ടോ അല്ല നമുക്ക് നമ്മുടെ സാന്നിധ്യമായിട്ടോ ഇവിടെ വരാനോ പൂജ കഴിക്കാനോ എന്തെങ്കിലും തരത്തിൽ ചെയ്യാൻ പറ്റിയാൽ അത് ഈ ക്ഷേത്രത്തിൻ്റെ ഉന്നമനത്തിനും അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു കൃതാർത്ഥത ഉണ്ടാകാനും വളരെ
ഫലപ്രദമാകുമെന്നതിൽ സംശയമില്ല. ആർക്കെങ്കിലും ഈ ക്ഷേത്രത്തിലേക്ക് എത്താനോ അല്ലെങ്കിൽ ഇവിടെ ഈ ക്ഷേത്ര പുനരുദ്ധാരണത്തിന് എന്തെങ്കിലും തരത്തിൽ സാമ്പത്തിക സഹായം ചെയ്യാനോ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള ക്ഷേത്ര ഭാരവാഹികളുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അത് ചെയ്യാവുന്നതാണെന്നും ഓർമ്മിപ്പിക്കുന്നു. ഇനി നമുക്ക് ഭാഗവത സപ്താഹ മണ്ഡപത്തിലേക്ക് നീങ്ങാം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ആ ഭാഗവതത്തിൻ്റെ ശക്തി വീണ്ടും വളരെ ഭംഗിയായി ഒരു ഭാഗവത സപ്താഹം നടത്താൻ ഭാരവാഹികളെ ഭഗവാൻ തോന്നിപ്പിച്ചു എന്നതാണ് സത്യം. ബ്രഹ്മശ്രീ കണ്ടമംഗലം പരമേശ്വരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹം 2024 ഏപ്രിൽ 3 ഇവിടെ സമാരംഭിച്ചത്. 2024 ഏപ്രിൽ 10 ഈ സപ്താഹം ഇവിടെ സമാപിക്കും. അതിനുവേണ്ടി ഇവിടെയുള്ള ഭാരവാഹികളും ഭക്തജനങ്ങളും രാപ്പകലില്ലാതെ തങ്ങളുടെ ജീവിതം ഈ സപ്താഹം വിജയമാക്കി തീർക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നതായിട്ട് നമുക്ക് കാണാം. സപ്താഹ മണ്ഡപത്തിൻ്റെ ഒരുക്കങ്ങൾ വളരെ വളരെ ഭംഗിയായി അലങ്കരിച്ചതായ സപ്താഹ മണ്ഡപം, കൃഷ്ണരുക്മിണി വിഗ്രഹവും വളരെ മനോഹരമായിട്ട് തന്നെ ഇവിടെയുണ്ട്. പരമേശ്വരൻ നമ്പൂതിരിയുടെ സഹായികളായി പാരായണത്തിന് ഇടമനവാദ്യാൻ ഈശ്വരൻ നമ്പൂതിരിയും, പൂജാകർമ്മങ്ങൾ ചെയ്യാൻ വാളക്കോട് ഹരികൃഷ്ണൻ നമ്പൂതിരിയും മേക്കാട് വിഷ്ണു നമ്പൂതിരിയും സാന്നിധ്യം ചെയ്തു എന്നതും ഈ ഭാഗവത സപ്താഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അമൃത TV-യിൽ സന്ധ്യാദീപം എന്ന ആധ്യാത്മിക പരിപാടിയിൽ ഭാഗവതത്തെ ശ്ലോകാനുശ്ലോകം വിവരിച്ചു കൊടുക്കാനെന്ന ആചാര്യനാണ് കണ്ടമംഗലം പരമേശ്വരൻ നമ്പൂതിരി. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് തന്നെ ഭക്തജനങ്ങൾക്ക് ഭാഗവത കഥകൾ വേണ്ടതുപോലെ ആസ്വദിക്കാൻ സാധിച്ചു. ഭക്തജനങ്ങൾ ഈ ഭാഗവതത്തെ വേണ്ടതുപോലെ ഹൃദയത്തിലേറ്റി എന്നുള്ളതും വളരെ സന്തോഷം പകരുന്ന രംഗമാണ്. ഭക്തജനങ്ങൾ ഭഗവാന് വേണ്ടുന്ന പൂജയ്ക്കുള്ള പുഷ്പങ്ങൾ കൊണ്ടുവന്ന് മാല കെട്ടുന്നതും, എത്രയോ ഭക്തജനങ്ങൾ ഭാഗവത ഗ്രന്ഥം കൊണ്ടുവന്ന് ഭാഗവതത്തെ പഠിക്കാൻ ശ്രമിക്കുന്നതും ഈ സനാതന സംസ്കാരം, സനാതന ധർമ്മം നമ്മളിലൂടെ മുന്നിലോട്ട് പോകും എന്ന് കാണിക്കുന്നതാണ്. ഒരിക്കലും നാശമില്ലാത്ത ഭാരതത്തിൻ്റെ ധർമ്മമാണ് സനാതന ധർമ്മം. എന്നിലും നിന്നിലും സകലതിലും ഈശ്വരനുണ്ട് എന്ന് തോന്നിപ്പിക്കുന്നതും, അതിഥിദേവോ ഭവ എന്നും എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്ന ഈശ്വരനെ നമസ്കരിച്ചുകൊണ്ടും മുന്നേറുന്ന സംസ്കാരമാണ് നമ്മുടേതെന്ന് കാണിക്കാൻ എത്രയോ ഭക്തജനങ്ങൾ, സജ്ജനങ്ങൾ ഇവിടെ വന്നു ഭാഗവതം കേട്ടു എന്നും ഭാഗവതം ഹൃദയത്തിലേക്ക് ഏറ്റി എന്നതും പ്രത്യേകത തന്നെയാണ്. ആയിരക്കണക്കിന് ജനങ്ങൾ വന്നു എന്നതും ഭാഗവതം കേട്ടു എന്നതും ക്ഷേത്രത്തിലേക്ക് തങ്ങളാൽ പറ്റുന്നതുപോലെ പലതരത്തിലുള്ള സംഭാവനകളും വഴിപാടുകളും ചെയ്ത് കൃതാർത്ഥരായി എന്നതും ഭാരവാഹികൾക്ക് വളരെ സന്തോഷം നൽകി. എത്രയോ മാസത്തെ കഠിന പ്രയത്നം കൊണ്ടാണ് ഇത്തരത്തിലൊരു ഭാഗവത സപ്താഹം നടത്താൻ അവർ ആരംഭിച്ചത്. അതിന് ഇത്രയും ജനങ്ങൾ അവിടെ വന്നതുകൊണ്ട് തന്നെ തങ്ങളുടെ ഉദ്യമം സഫലമായി എന്നവർക്ക് തോന്നി. കഠിനമായ ചൂടുണ്ടായിട്ട് കൂടി അതിനെയൊന്നും വിലവയ്ക്കാതെയാണ് ഇത്രയും ഭക്തജനങ്ങൾ ഇവിടേക്ക് എത്തിച്ചേർന്നത് എന്നതാണ് മറ്റൊരു പ്രത്യേകത. സപ്താഹത്തിൽ രുക്മിണി സ്വയംവരത്തിനൊക്കെ
പലതരത്തിലുള്ള അലങ്കാരങ്ങളും ചെയ്യാൻ ഭാരവാഹികളൊക്കെ കച്ച കെട്ടി ഇറങ്ങി എന്നുള്ളതിനുള്ള തെളിവാണിത്. എല്ലാവരും ഒരേ മനസ്സിൽ ഒരേ ഭാവത്തിൽ ഈ ഭാഗവത സപ്താഹം വിജയിപ്പിക്കണം, തങ്ങളാൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് വളരെ ഭംഗിയാക്കണം എന്ന ലക്ഷ്യത്തോടുകൂടി തെങ്ങിൻ തിരി കൊണ്ടുവന്ന് അലങ്കാരങ്ങളും തെങ്ങിൻ പൂക്കുലകളെ കൊണ്ടുള്ള അലങ്കാരങ്ങളും ചെയ്തു. അതോടൊപ്പം തന്നെ ഒരു യജ്ഞത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഭക്ഷണ കാര്യങ്ങൾ. ഒരു തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളും പറയാൻ പറ്റാത്ത വിധത്തിൽ ഭക്തജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഇവിടുത്തെ ദേഹണ്ഡത്തിൻ്റെ ആൾക്കാരും ഭാരവാഹികളും വളരെ ശ്രദ്ധിച്ചു എന്നതും സന്തോഷമായി. ഓരോ ദിവസത്തെ അന്നദാനവും തങ്ങളുടെ വക എന്ന് പറഞ്ഞ് ചെയ്യാനും അനേകം ആൾക്കാർ മുന്നോട്ട് വന്നു എന്നതും ഭാരവാഹികൾക്ക് കൈത്താങ്ങായി. ഭാഗവത കഥകൾ കേട്ട് മനസ്സ് നിറയുന്നതോടൊപ്പം തന്നെ തങ്ങളുടെ വയറും നിറയ്ക്കണം, ഭഗവാന്റെ പ്രസാദം കൊടുക്കണം, ഭംഗിയായി കൊടുക്കണം എന്ന ഭാവത്തിൽ ഭാരവാഹികളും അതോടൊപ്പം മാതൃസ്നേഹത്തോടുകൂടി എല്ലാവർക്കും വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ ചെയ്യാൻ, യജ്ഞവേദിയിലെ കാര്യങ്ങൾ ചെയ്യാനായാലും കൗണ്ടറിൽ റെസീറ്റ് മുറിക്കുക തുടങ്ങിയ കർമ്മങ്ങൾ ചെയ്യാനായാലും ഭക്തജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന ചടങ്ങിനായാലും മാതൃസമിതി വളരെ സജീവമായിട്ട് തന്നെ ഇവിടെ പ്രവർത്തിച്ചു എന്നതും മറക്കാൻ പറ്റുന്നതല്ല. എല്ലാ തരത്തിലും രുചിയേറിയ ഭക്ഷണമുണ്ടാക്കാനുള്ള ആൾക്കാരും അതിന് സഹായിക്കാനുള്ള ആൾക്കാരും വേണ്ടുന്ന സാധനങ്ങൾ വേണ്ടുന്ന സമയത്ത് കൊണ്ടുകൊടുക്കാൻ ഭാരവാഹികളും തുനിഞ്ഞിറങ്ങി എന്നുള്ളത് വളരെ പ്രത്യേകതയുള്ളതായി തോന്നി. ഏതായാലും ഇങ്ങനെ നാളത്തേക്ക് വേണ്ടി വലിയൊരു കർമ്മം ആരംഭിക്കുമ്പോൾ ഭാഗവത സപ്താഹം കൂടി അവർ നടത്തുന്നു. ഇനിയുള്ള ദിവസങ്ങളെ കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ക്ഷേത്രം പുരോഗതിയിലെത്തിക്കാനും ഇവിടെയുള്ള ആ മഹാവിഷ്ണു പ്രതിഷ്ഠ വേണ്ടതുപോലെ ഭംഗിയായി പുതിയ ശ്രീകോവിലിൻ്റെ പണി കഴിഞ്ഞ് പ്രതിഷ്ഠിക്കാനും ഭാരവാഹികൾക്ക് അവരുടെ ഭാരം കുറച്ച് ലഘുവാക്കി കൊടുക്കാനും നമ്മളെപ്പോലുള്ള ഓരോരുത്തരുടെയും സഹായ സഹകരണങ്ങൾ ആവശ്യമാണ്. അതിനായി നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് വേണ്ടി ചെയ്താൽ അത് വളരെ ഉപകാരപ്രദമായി തീരും എന്നതിൽ സംശയമില്ല. പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അനേകം പൈസ കളയുന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ ഒരു സൽക്കർമ്മത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നാളത്തെ നമ്മുടെ തലമുറകൾക്ക് കൂടി ആ അനുഗ്രഹം ഉണ്ടാകും എന്നതിൽ സംശയമില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.